നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. 1 day 1 ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 278th day. Today 49th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 278ാം ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 49ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 49ാമത്തെ ശ്ലോകം. ലാളനേ പാലനേ ദുഃഖം പ്രസൂതായാശ്ച വർത്തതേ. വന്ദ്യാ വാ വിധവാ നാരി സുഖിനീ ചേതി മേ മതി. ലാളനേ പാലനേ ദുഃഖം പ്രസൂതായാശ്ച വർത്തതേ. വന്ദ്യാ വാ വിധവാ നാരി സുഖിനീ ചേതി മേ മതി. അവൾ വീണ്ടും പറയുകയാണ്, അതായത് ദുന്ദുലി വീണ്ടും പറയുകയാണ്, ഇനി അഥവാ ദുഃഖം സഹിച്ച് പ്രസവിച്ചാലോ ആ കുട്ടിയെ ലാളിക്കുന്നതും പാലിക്കുന്നതും ഒക്കെ വളരെ ദുഃഖകരമാണ്, വിഷമകരമാണ്. പ്രസവിക്കുന്നത് മാത്രമല്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ പരിപാലിക്കുന്നതും അതിനെ ലാളിക്കുന്നതും ദുഃഖമാണ്. സഖിയോട് ചോദിക്കുകയാണ്, നിൻ്റെ അഭിപ്രായം എന്താണ്? എനിക്ക് വന്ധ്യയായി, അതായത് സന്താനമില്ലാതിരിക്കുന്നതും വിധവയായി ഭർത്താവ് മരിച്ചവളായിരിക്കുന്നതുമാണ് സുഖകരമായിട്ടുള്ള ജീവിതം പെണ്ണിൻ്റേത് എന്ന് ഞാൻ കരുതുന്നു. കല്യാണം കഴിക്കാത്തത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വിധവയായിട്ടുള്ളവൾ, അല്ലെങ്കിൽ സന്താനമില്ലാത്തവരെയാണ് വന്ധ്യ എന്ന് പറയുന്നത്. സന്താനലബ്ധിയില്ലാത്തവർ, അവരൊക്കെയാണ് സുഖമായ ജീവിതം നയിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ആ തോഴിയോട് ചോദിക്കുകയാണ്. ദുന്ദുലി ആത്മദേവൻ കൊണ്ടുകൊടുത്ത ഫലം ഭക്ഷിച്ചിട്ടില്ല. അതിനു മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിച്ചിട്ട് തൻ്റെ സഖിയുമായി സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇത്ര 6-7 ശ്ലോകങ്ങളിലായിട്ട് കേട്ടത്. ഇനിയിപ്പോൾ അടുത്ത് അവളുടെ സഹോദരിയോടുള്ള സംഭാഷണമാണ് വരാൻ പോകുന്നത്. ഒരു സ്ത്രീ എത്രത്തോളം നിന്ദ്യയായി തീരാം എന്ന് കാണിക്കുന്നതാണ് ഈ ശ്ലോകങ്ങൾ. ശ്ലോകം ഒരിക്കൽ കൂടി. ലാളനേ പാലനേ ദുഃഖം പ്രസൂതായാശ്ച വർത്തതേ. വന്ദ്യാ വാ വിധവാ നാരി സുഖിനീ ചേതി മേ മതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. Have a very, very nice day. God bless you. Om Tat Sat. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു നാളിനായി ആഗ്രഹിക്കുന്നു.